ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. കിടിലൻ പാർട്ടി വ്ളോഗാണ്. എൻ്റെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. കാരണം അസ്ലഖാൻ്റെ ഓഫീസിലത്തെ ഫാമിലീസ് തന്നെയാണ്. അപ്പോൾ അടിപൊളിയാണ്. നമ്മളെ സൗദി സ്റ്റൈലിലുള്ള മട്ടൻ മന്തി. ഒരു ലക്ഷറിയസ് മട്ടൻ മന്തിയാണ്. സൂപ്പർ ഇതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ശരിക്കും നമ്മൾ ഇവിടുന്ന് സൗദിയിലുള്ള കടകളിൽ നിന്ന് പോയിട്ട് വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള മന്തിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ഫുള്ളി അറബിക്കാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവും. സൂപ്പറാണ്, കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. വെള്ളിയാഴ്ചയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാന്നൊക്കെ കണ്ട ഈ രണ്ട് സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ലൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ട്രൈപോഡും ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യണത് മട്ടൺ ഇന്നലെ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്, ഫ്രഷ് മട്ടനാണ്. അത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ മട്ടൺ മന്തിക്ക് ഉപയോഗിക്കുക വലിയ പീസാണ് കേട്ടോ. ഇതിലും വലുതാണ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് എടുത്തത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ പാത്രത്തിൽ വെക്കാൻ പറ്റുന്ന സൈസ് ആയിരിക്കണമല്ലോ, നമ്മളടുത്തുള്ള പാത്രത്തിൽ കൊള്ളുന്ന സൈസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈസിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിലും വലുതാക്കിയിട്ടാണ് മട്ടൺ മന്തിക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ മട്ടൺ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പീസ് എന്ന് പറയുന്നത് കാല്, നമ്മളെ ചണ്ണ എന്ന് പറയില്ല, ആ ഒരു പീസ്, അതേപോലെ തന്നെ വാരിയല്, ഇതൊക്കെയാണ് മട്ടൺ മന്തിക്ക് ഉപയോഗിക്കുന്ന പീസുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനത്തെ ഇതിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 2 കിലോ ആണുള്ളത് കേട്ടോ. 2 കിലോ ആണ് ഞാൻ മട്ടൺ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. രോമൊക്കെ ഉണ്ടാവും, നല്ലോണം ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ അത് അവിടുന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ കാണിക്കുന്നത് കുനാഫാണ് ഉണ്ടാക്കുന്നത്. ഫുള്ളി അറബിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുനാഫക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, കുനാഫ ഡോ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. നാട്ടിൽ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു പാക്കറ്റിന് തന്നെ 600 റുപ്യക്കാണ് ഉള്ളത്. അപ്പോൾ അത് വാങ്ങിക്കൽ എല്ലാവർക്കും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഡോ എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഈസി ആയിട്ട് ഇത് കിട്ടുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചതാണ്, പുറത്തുനിന്ന് വാങ്ങിച്ച ഇതാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള എത്ര ആണോ നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇതിൻ്റെ ഇത് എടുക്കുക കേട്ടോ. ഒരു നൂല് പോലെ, നമ്മളെ നൂൽപുട്ടൊക്കെ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നിന്ന് അടർത്തി എടുക്കുക. ഇനി ഇതിനെ കത്രിക വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് കൊടുക്കണം കേട്ടോ. മൊത്തത്തിൽ കംപ്ലീറ്റ് ഒന്ന് മുറിച്ചെടുക്കുക, ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഇതിനൊന്ന് പീസാക്കി എടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് അതിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക കണ്ടോ. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമുക്കിത് മുറിച്ചെടുക്കേണ്ടത്. കംപ്ലീറ്റ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ എടുത്തു കേട്ടോ. 2 ട്രേ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനെല്ലാം വേറെ വേറെ ആക്കി സെപ്പറേറ്റ് ആക്കി നല്ലോണം മുറിച്ച് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ബട്ടറാണ് കേട്ടോ. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്, സോൾട്ട് ഉള്ളത് എടുക്കരുത്. പിന്നെ വേണ്ടത് പഞ്ചസാരൻ്റെ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ആദ്യം സിറപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുക്കുക. എൻ്റെ കയ്യിലുള്ളത് 1/2 കപ്പാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര എടുത്തുകൊണ്ട് 1 കപ്പ് വെള്ളവും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ആകണ വരെ ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം. ഇനിയിപ്പോൾ അടുത്തത് ബട്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തത്. 150 ഗ്രാമാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. ഇങ്ങനെ ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. മെൽറ്റ് ആകുമ്പോൾ ഈ ഒരു കളറിൽ, യെല്ലോ കളറിൽ മെൽറ്റ് ആകുന്ന വരെ ചൂടാക്കാൻ പാടുള്ളൂ. വല്ലാണ്ട് ചൂട് അധികമായി പോയാൽ ഇതിങ്ങനെ ക്ലിയർ ആയി ഓയിൽ പോലെ ആവും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ. ഓയിൽ പോലെ ആക്കി എടുക്കരുത്. ഈ ഒരു യെല്ലോ കളറിൽ തന്നെ കിട്ടണം. എന്നിട്ട് ഈ ബട്ടർ മുഴുവനായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതിൽ ഒഴിച്ചിട്ട് ഈ ഒരു ഗുനാഫ ഡോ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിൻ്റെ ഓരോ നൂലിലും ഈ ഒരു ബട്ടർ ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ എന്നാൽ 2 കൈയും വെച്ചിട്ട് ചെയ്യണം. എന്നാലാണ് എല്ലായിടത്തും ആയി കിട്ടുക. ഇങ്ങനെ ഒന്ന് പിച്ചി പിച്ചി ഇട്ട് കഴിഞ്ഞാൽ ആ ബട്ടർ എല്ലായിടത്തും ഒരേപോലെ ആയി വരും. അപ്പോൾ അങ്ങനെ ആവാത്ത സ്ഥലം നോക്കിയിട്ട് പിന്നെയും കുറേശ്ശെ കുറേശ്ശെ ബട്ടർ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആ ബട്ടർ തീരുന്നവരെ മൊത്തം ഒഴിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിന് കറക്റ്റാണ് 150 ഗ്രാം. ഞാൻ ഒരു 500-ൻ്റെ ഒരു പാക്കറ്റാണ് ഫുള്ള് ഞാൻ എടുത്തത് കേട്ടോ ഗുനാഫ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലായിടത്തും തേച്ച് റെഡിയാക്കി വെച്ചാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ല, ഓരോ നൂലിൻ്റെ ഇതിലും ഞാൻ ബട്ടർ റെഡിയാക്കി തേച്ച പോലെ ആയി വന്നാണ്. ഇനിയിപ്പോൾ അടുത്തതായി ഞാൻ പഞ്ചസാര തിളപ്പിച്ചിട്ട്, ആ പഞ്ചസാര അലിയണ വരെ മാത്രമേ ചൂടാക്കാൻ പാടുള്ളൂ. അതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. പഞ്ചസാര കാണാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നിർബന്ധമായിട്ടും വേണ്ടത് സാഫ്രോൺ വേണം കേട്ടോ. നമ്മളെ കുങ്കുമം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാഫ്രോണിൻ്റെ പൗഡറാണ്. ഒരു ലേശം സാഫ്രോണിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറാണ് കേട്ടോ. അത് കൂടി പോകാൻ പാടില്ല. കൂടിയാൽ ഭയങ്കര ചൊയായിട്ട് മാറും. 1/4 ടീസ്പൂൺ തന്നെ ധാരാളമാണ് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ സാഫ്രോണിൻ്റെ ഇത് ഇടുന്ന സമയത്ത് യെല്ലോ കളറും വരും, അതിൻ്റെ ഫ്ലേവറും വരും. അതുകൊണ്ട് തന്നെ വേറെ ഒരു കളറൊന്നും ഇതിൽ ചേർക്കേണ്ടിയില്ല. അപ്പോൾ നമ്മൾ ആ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിന്. അതിന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാനിപ്പോൾ ഈ ഒരു ഫ്രൈ പാനിലാണ് ഇന്നിപ്പോൾ കുനാഫ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ഫ്രൈ പാനിൽ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുക. അടിഭാഗത്തും അതിൻ്റെ ചുറ്റിലുമായിട്ട് നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുക. എല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ നമ്മൾ കുനാഫൻ്റെ ആ ഒരു ബട്ടർ തേച്ച് വെച്ച കുനാഫയിലേക്ക് ഇട്ട് കൊടുക്കുക.
ഒരു ലെയർ കംപ്ലീറ്റ് ഇതൊന്ന് നല്ലോണം പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ആവാത്ത സ്ഥലം നോക്കിയിട്ട് എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് നടുവിൽ വരുന്ന ലെയർ എന്ന് പറയുന്നത് ഞാനിവിടെ ചീസാണ് എടുത്തത്. മൊസറോല ചീസാണ് വേണ്ടി കേട്ടോ. അപ്പോൾ അത് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിൻ്റെ ഇതിൽ വെച്ച് കൊടുക്കുക. അറ്റത്ത് വെക്കാൻ പാടില്ല. അറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലീക്കായിട്ട് പുറമേക്ക് അത് കരിഞ്ഞ പോലെ അതിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഫുള്ള് എല്ലായിടത്തും ചീസ് വെച്ചിട്ട് നല്ലോണം ഫില്ല് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, ഈ അറ്റം ഞാൻ കുറഞ്ഞ ഭാഗം വിട്ട് കൊടുത്താണ്. എന്നിട്ട് ബാക്കിയാണ് ഞാനിത് ചീസ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഏകദേശം അതിൻ്റെ പകുതിയോളം ചീസ് ഞാൻ ഇട്ടാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുനാഫാണ് വെച്ച് കൊടുക്കേണ്ടത്. കുനാഫ വെച്ചിട്ട് ഇതിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ആവാത്ത സ്ഥലം നോക്കിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. വലിയ 2 കുനാഫാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 ഫ്രൈ പാൻ വെച്ചിട്ട്. ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലെയറും. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചൂടായി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. അത് പുക വരാൻ വേണ്ടി തുടങ്ങുക. ഒരു മിനിറ്റൊക്കെ മതിയിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ ചെറിയതാക്കി വെക്കുക. സിമ്മിലാക്കി വെച്ചതിന് ശേഷം ഇതിനെ മൂടി വെച്ചിട്ട് വേവിക്കട്ടെ. ഒരു 5 മിനിറ്റൊക്കെ എടുക്കും. ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് മന്തി ഉണ്ടാക്കണമെങ്കിൽ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഏത് ബ്രാൻഡാണ് മന്തി റൈസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ വാങ്ങുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് സൗദിയിലാണ്. വലീമ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെറും വലീമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേത് എടുത്താലും കുഴപ്പമില്ല. ആ അരിയാണ് ഞാനിവിടെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. കബ്സക്കും മന്തിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് ഈ ഒരു വലീമ ബ്രാൻഡാണ് എൻ്റെ ഫേവററ്റ്. അപ്പോൾ ഞാൻ 2 കിലോ അരിയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണിത്. അപ്പം നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം തന്നെങ്കിൽ ഇത് നന്നായിട്ട് കഴുകണം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഇപ്പം സമയം കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു കൈ ഇടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ ഇത്. പിന്നെ ഓവർ ചൂടല്ല. ഞാൻ കാണിച്ചു തരാം. നമുക്ക് കൈ ഇങ്ങനെ ഇടാൻ വേണ്ടി പറ്റും. ആ ഒരു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതവിടെ വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റൈസ് റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ വെക്കണേ. ഇതിപ്പോൾ ഞാൻ മട്ടൺ ഒന്ന് മസാല തേക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്. ഒരു 1/2 ടീസ്പൂൺ നിറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. കാരണം മട്ടൺ നമ്മൾ വലിയ പീസാണ് എടുക്കുന്നത്. അതിലേക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് അധികം വേണം കേട്ടോ. പിന്നെ വേണ്ടത് സാഫ്രോൺ ആണ്. നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇട്ടോ, ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ ഇങ്ങനത്തെ ഒക്കെ എടുക്കുക. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മളെ മട്ടണിലേക്ക് തേക്കേണ്ട മസാല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓയിലാണ് നമ്മളിത് കംപ്ലീറ്റ് മിക്സ് ആക്കി എടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുങ്കുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു യെല്ലോ കളർ വരികയും ചെയ്യും. വേറെ ഒരു മസാലകളും ഇതിൽ ചേർക്കാൻ പാടില്ല കേട്ടോ. മട്ടൺ ശരിക്കും അതിൻ്റെ റിയൽ ടേസ്റ്റാണ് മന്തിയിൽ വരേണ്ടതെന്ന് പറയും. അപ്പോൾ ഒരുപാട് മസാലകൾ തേച്ച് അതിനെ ഇതാക്കാൻ പോകരുത്. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാ പീസിലും നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ഈ മട്ടൻ്റെ പീസിൻ്റെ മുകളിലൊക്കെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു പപ്പട കുത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഓട്ടാക്കി കൊടുക്കുക കേട്ടോ. ഈ മീറ്റിനൊന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കണമെങ്കിൽ കുത്തി കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. കാരണം ഒരു മണിക്കൂർ ഞാനിപ്പോൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പീസും ഇതേപോലെ തന്നെ മസാല തേച്ചെടുക്കുക. അപ്പോൾ ഫുള്ള് ഞാൻ തേച്ചതാണിത്. 1 മണിക്കൂർ ഞാനിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മസാല തേച്ച് വെക്കേണ്ടത്. 3 പീസാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 2 കിലോൻ്റെ 3 പീസാണ്. മൊത്തം 2 കിലോ ആണ്, അതിൻ്റെ 3 പീസ്. ഇനിയിപ്പോൾ അടുത്തത് ഇതെങ്ങനെയാണ് വേവിക്കുക എന്നുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു കുക്കർ വേണം. കുക്കറിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് 2 കപ്പ് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് ഒഴിച്ചാണ്. അതിലേക്ക് ഒരു ഇഡ്ഡലി തട്ടൊക്കെ വലിയ നമ്മൾ സാധാരണ അതിൽ കിട്ടുന്ന ഒരു തട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ മട്ടൺ വെച്ച് കൊടുക്കേണ്ടത്. കാരണം മട്ടൺ വെള്ളത്തിലായി പോകാൻ പാടില്ല. മട്ടൺ ഹൈറ്റിൽ നല്ല സ്റ്റീം ചെയ്യണ പോലാണ് വെന്ത് കിട്ടേണ്ടത് കേട്ടോ. എന്നിട്ട് ആ പീസൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കാല് ഞാൻ ചെറുതായിട്ടൊന്ന് നെക്കിയിട്ടാണ് ഇതിൽ ശരിയാക്കി കിട്ടിയത്. അതാണ് നമ്മൾ ഇതിനെക്കാട്ടും വലുതായാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു വേവിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതാ 3 പീസും ഞാൻ അമർത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താണ്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി മസാല ഉള്ളത് അത് ഇതിൻ്റെ മേലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെറിയ തീയിൽ 1 മണിക്കൂർ വേവിച്ചെടുക്കണം കേട്ടോ. നല്ല ചൂടായി കഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ വെയിറ്റ് ഇട്ട് കൊടുക്കുക. ആവി വരുമല്ലോ. വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ചെറിയ സിമ്മിൽ ഇത് വേവിച്ചെടുക്കണേ. അപ്പോൾ ഞാനത് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് എടുക്കുകയുള്ളൂ. അത്രയും മട്ടൺ നല്ല സോഫ്റ്റ് ആകണ വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെ കുനാഫ ഏകദേശം റെഡി ആയിന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു വലിയൊരു വ്ളോഗ് ആയതുകൊണ്ട് അതിനൊന്നും പറ്റിയിട്ടില്ല. ചിലതൊക്കെ വിട്ടുപോയിന്, അതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ മറിച്ചിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ടിത് പിന്നെ നമുക്ക് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുത്താൽ മതി.
ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ചെറിയ സിമ്മിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് 2 ഭാഗവും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ 2 ട്രേയിലുണ്ടാക്കിയ കുനാഫാണിത്. അതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ട്രേയിലേക്ക് മാറ്റാണ്. ഒന്ന് ഞാൻ എൻ്റെ ആച്ചി വരുന്നുണ്ട് നാളെ, അപ്പോൾ ഓന് വേണ്ടിയിട്ടാണ് ഒന്നുണ്ടാക്കിയത്. ഒന്ന് ഞാൻ ഇന്നത്തെ പാർട്ടിക്കും. ആച്ചി നാളെത്തും. ആച്ചി എന്ന് പറയുന്നത് അറിയാത്ത വ്യൂവേഴ്സിനാണെങ്കിൽ എൻ്റെ മൂത്ത മോനാണ്. ഇനി പോകാൻ വന്നിട്ട് അടുത്ത വ്ളോഗ് ഉണ്ടാവും കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച എൻ്റെ മോളും എത്തും. നെക്സ്റ്റ് ഫ്രൈഡേ ലിയാനയും വരുന്നുണ്ട്. ആച്ചി നാളെ എത്തുകയും ചെയ്യും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സിറപ്പ് ഇതിൻ്റെ മേലെ നിറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് എല്ലായിടത്തും നല്ലോണം സിറപ്പ് ഒഴിക്കണം, എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ചീസ് വെക്കുന്ന കുനാഫ എന്ന് പറയുന്നത് ചൂടാക്കിയിട്ടാണ് കഴിക്കുക കേട്ടോ. എന്നാലാണ് അത് മെൽറ്റായിട്ട് വരുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ അത് കുറച്ച് ഉറച്ചിട്ടാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാനത് പിസ്ത ഞാനൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇതിന് നിർബന്ധമായിട്ട് വേണ്ടിയ സാധനമാണ് പിസ്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ഇതിൻ്റെ എങ്ങനെയെങ്കിലും നിങ്ങളെ കലാബോധം അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ അത്ര കലാബോധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് മാത്രമേ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് സെൻറ്ററിലും കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ കൊണ്ട് നിങ്ങൾക്ക് ഫ്ലവറൊക്കെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കുനാഫ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്ന ഒരു 3 ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 വലുത് എന്ന് പറയുന്നത് ചോറിനുള്ളതാണ്. ഒന്ന് ഞാൻ ഇതിൻ്റെ സലാത്ത എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ 2 ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചെറുതായിട്ട് മുറിച്ചതാണ്, നൈസായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി ബാക്കി ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും കൂടി എടുക്കുക. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക. ഇത് 3 കൂടിയാണ് നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയത് കേട്ടോ. വേറെ ഒന്നും ഇതിൽ ചേർക്കൂല. അപ്പോൾ ഇത് 3 ഞാൻ എടുത്തിട്ടുണ്ട്. അതിനി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിലർ ഇതിൽ മല്ലിച്ചപ്പ് മറ്റേ ഗാർലിക്കൊക്കെ ഇടുന്നത് കാണാം. അതൊന്നും ഇല്ല കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള സോസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാണ്ട് അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട, അരച്ച് കൊണ്ടുവന്ന ഉടനെ വലിയ കളർ ഉണ്ടാവില്ല കേട്ടോ. ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് ഇതിൻ്റെ കളർ വരിക. പിന്നെ അത് ചുവപ്പ് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ കുറച്ചും കൂടെ ഡാർക്ക് കളറിലേക്ക് വരും. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഇവിടെ റെഡിയായി. പിന്നെ മയോണൈസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. അത് നമ്മൾ മലയാളികൾ കണ്ടുപിടിച്ചതാണ്. ഈ ചോറിൻ്റെ കൂടെ ഒരിക്കലും മയോണൈസ് ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് അല്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെ മട്ടൺ ഇവിടെ വെന്തിട്ടുണ്ട്. 1 മണിക്കൂർ വേവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ചൂടാണ് കേട്ടോ. തുറന്ന ഉടനാണിത്. ഇതിൻ്റെ എല്ല് ഞാൻ കാണിച്ചു തരാം. ഇത്രയും പാകത്തിലാകണ വരെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലിൻ്റെ കളർ കണ്ട വെള്ള കളറായിരിക്കും. ഇതിൻ്റെ ഉള്ളത്തെ മജ്ജ വരെ ഇളകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് മട്ടൺ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. നല്ല ചൂടാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മട്ടൻ്റെ പീസ് മാറ്റിയെടുക്കുക. അതിൻ്റെ അടിയിൽ ഈ മട്ടൻ്റെ ഫാറ്റ് മൊത്തം ഊറിയിട്ട് അടിയിലേക്ക് ആ വെള്ളത്തിലേക്കാണ് വന്നത്. ഇത് കണ്ടോ, ഈ വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുക. ഇത് അളന്ന് വെക്കണം കേട്ടോ എത്ര ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ മട്ടൺ ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മട്ടൺ മന്തി റൈസാണ് ഉണ്ടാക്കുന്നത്. മട്ടൺ ഇവിടെ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വലിയൊരു ചെമ്പ് വെച്ച് കൊടുക്കുക. ഞാൻ 2 കിലോ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 2 കിലോൻ്റെ അളവാണ് പറയുന്നത്. ഇതിലും കൂടുതൽ വേണം. പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മട്ടൻ്റെ ഫാറ്റ് ഇതിൽ ചേർക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് ഇത്ര മതി കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് വലിയ ടൈപ്പ് മുന്തിരിയാണ്. കിസ്മിസ്, കറുത്ത കിസ്മിസ് എന്ന് പറയുന്നത് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ടൈപ്പ് ഇവിടെ ഇങ്ങനെ ഈ മന്തിക്കായിട്ട് വലിയ സൈസിൽ വരും കേട്ടോ. അതാണിത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് വീർത്ത് വരുത്. ആ ഒരു ഇതിലാകണവരെ നന്നായിട്ട് പൊരിച്ചെടുക്കുക. നന്നായിട്ട് വെന്തെന്ന് കഴിഞ്ഞാൽ നമ്മളത് കോരി മാറ്റുക. ഇത് ലാസ്റ്റേ ഞാൻ ചേർക്കുന്നുള്ളൂ. ആദ്യം തന്നെ അത് ഇട്ടിട്ട് ഇതിൽ വേവിക്കാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ചോറിന് ചെറുതായിട്ടൊരു കളർ മാറ്റം വരും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി മസാലകളാണ് കേട്ടോ. മസാലകൾ ഞാൻ മൊത്തം എഴുതി കാണിക്കുന്നുണ്ട് താഴെ, അത് നോക്കുക. പിന്നെ ഉണങ്ങിയ നാരങ്ങ, ബേ ലീഫ്, കുറച്ച് പട്ട, പിന്നെ ഏലക്കായ എടുത്താണ്, പിന്നെ നല്ല ജീരകം എടുത്തുക്കണം, ചെറിയ ജീരകം അതാണ് എടുത്തത്. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പു വേണം, ഗ്രാമ്പു എടുത്ത് വെച്ചാണ്. പിന്നെ വേണ്ടത് പെപ്പർക്കോൺ, നമ്മളെ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് എടുത്താണ്. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമല്ലിയാണ് കേട്ടോ, പച്ച പൊടിക്കാത്ത മല്ലി. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു മന്തിക്ക് വേണ്ടിയത്. അത് മൊത്തത്തിൽ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ടൊരു പൊട്ടുന്ന ഇത് വരും, ആ ഒരു ജീരകമൊക്കെ ഒന്ന് പൊട്ടുമല്ലോ, അതുവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഉള്ളി 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് മീഡിയം സൈസുള്ള 2 ഉള്ളിയാണ് എടുത്തത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകണ വരെ വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവണം. ഒരു മീഡിയം തീയിലിട്ടിട്ട് ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടീന് ഇത് കണ്ടില്ലേ, നന്നായിട്ട് നല്ല സോഫ്റ്റായി വന്നാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. അതേപോലെ തന്നെ ഇഞ്ചി അരച്ചതും സെയിം 1 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. അത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അല്ലെങ്കിൽ ചോറിന് ടേസ്റ്റ് മാറും കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലോണം വഴറ്റിയെടുക്കുക എന്ന് പറയില്ല, അതുപോലെ ചെയ്തെടുക്കണം.
ആ എണ്ണയിൽ നല്ലോണം എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നു കേട്ടോ. ഈ ഒരു രീതിയിലാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മട്ടൺ ഫാറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം മട്ടൺ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫാറ്റൊക്കെ മുറിച്ച് മാറ്റിയാണ്. കാരണം നമ്മൾ വീട്ടിൽ ചെയ്യണമായതുകൊണ്ട് ഒരുപാട് ഫാറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ മാറ്റിയെടുത്താണ്. ഒരുപാട് ഫാറ്റ് ഞാൻ കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കിടന്ന് നല്ലോണം തിളയ്ക്കണം. ആ തിളയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ നല്ല കട്ടിയായിട്ട് വരും, കുഴമ്പ് പോലെ. അതെന്താണെന്ന് വെച്ചാൽ ഈ മട്ടൻ്റെ ഫാറ്റാണിത് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ അളന്ന് നോക്കണം അത് എത്ര ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ബാക്കി വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അതിന് 1.5 ഇരട്ടി വെള്ളം എന്നുള്ളതാണ് കണക്ക് കേട്ടോ. 1.5 ഇരട്ടി. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കേണ്ട, ഇത് എത്ര അരി എടുത്തിന് എത്രയാണ് വെള്ളം എടുത്തതെന്നുള്ളത്. വെള്ളം എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ അരി ആദ്യം അളന്ന് നോക്കുക. കമൻറ്റ് ചെയ്യേണ്ടെന്നല്ല കേട്ടോ, കമൻറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറഞ്ഞു തരുന്നത്. ആദ്യം വെള്ളം അളന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളം, അരി അളന്ന് നോക്കിയിട്ട് അതിൻ്റെ 1.5 ഇരട്ടിയാണ് വെള്ളം വേണ്ടത്. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, മട്ടൺ സ്റ്റോക്കിൽ വെള്ളം ഉപ്പിട്ടതാണ്. അപ്പോൾ അതിന് ബാക്കിയുള്ള ഉപ്പേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി കഴുകിയതാണ്. അത് അതിൻ്റെ വെള്ളം പോക്കിയതിന് ശേഷം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് കഴുകാനൊന്നും പോകരുത്, അപ്പം അരി പൊടിഞ്ഞു പോകും, കാരണം സോക്കായതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കട്ടോ. അരി പൊട്ടിപ്പോകാൻ പാടില്ല, അരി മുഴുവനായിട്ട് തന്നെ വേണം. ഒറ്റ അരി പോലും നമുക്ക് പൊട്ടിപ്പോകാൻ പാടില്ല. എന്നിട്ട് ചെറുതായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ, ഉപ്പൊക്കെ റെഡിയല്ലേ എന്നുള്ളത്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ഒന്നുകൂടെ ഓർമ്മക്കാണ്, നമ്മൾ മട്ടണിൽ ഉപ്പിട്ട വെള്ളമാണ് ഇതിൽ ചേർത്തത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മട്ടണില്ലേ, അതിനെ ഇനി നമുക്കൊന്ന് സ്മോക്കി ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്മോക്കാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണമെങ്കിൽ നല്ല കരിക്കട്ട ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതൊരു അലുമിനിയം ഫോയിൽ ഞാൻ ചെറുതാക്കി വളച്ചിട്ട് അതിലാണ് ഇട്ട് കൊടുത്തത്. അതിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്താണ്. എന്നിട്ട് ഇത് നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു മൂടി വെച്ച് കൊടുക്കും. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, എന്നാലാണ് അമർന്ന് നിൽക്കുക. ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കണേ. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ ചോറ് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ആയി പോയതുകൊണ്ട് രണ്ടാമത് കാണിച്ചു തരികയാണ്. നമ്മളെ കുങ്കുമത്തിൻ്റെ ആ ഒരു സാഫ്രോൺ പൗഡറും റോസ് വാട്ടറും ആണ് കേട്ടോ ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തത്. അതേപോലെ തന്നെ നേരത്തെ കാണിച്ച സെയിം അതേ കരിക്കട്ട ചെയ്തത് ഞാൻ ഇതിലും ചെയ്താണ്. നല്ല ചൂടാക്കിയതിൻ്റെ ശേഷം അത് ഒരു അരമണിക്കൂർ ഞാൻ ഇതിൽ സ്മോക്ക് ചെയ്തെടുത്താണ്. ഇപ്പം നമ്മളെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മട്ടൻ്റെ ഫാറ്റിലാണ് നമ്മളിത് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ വരിക. പിന്നെ ഈ സാഫ്രോണും കുറച്ച് മുന്നോട്ട് നിൽക്കും. പിന്നെ റോസ് വാട്ടർ കൂടി പോകാൻ പാടില്ല കേട്ടോ. ഞാൻ ഇതിലേക്കൊക്കെ എടുത്തത് 1 ടീസ്പൂൺ റോസ് വാട്ടറിലാണ് ഞാൻ പിന്നെ ഈ ഒരു സാഫ്രോൺ കലക്കിയിട്ടെടുത്തത്. അപ്പോൾ ഈ വലിയ കാണുന്ന നാരങ്ങയും ബേ ലീഫൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ. വിളമ്പുമ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, അതൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് സിമ്പിളായിട്ട് ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാലഡിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റാൻ വേണ്ടി ഞാനിങ്ങനെ നീളത്തിലാണ്, കുക്കുംബറാണിത്, അതൊന്ന് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അടുക്ക് കാണിച്ച സമയത്ത് ഈ ഒരു സ്ലൈസർ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടെ കാണിക്കുക. ഇത് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ലിങ്കൊന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല, ഞാൻ പോയിട്ട് വാങ്ങിക്കുന്നതാണ്, ലിങ്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്ലൈസറൊന്നും. നല്ല യൂസ്ഫുള്ളാണ്. ഉള്ളിയൊക്കെ അരിയാനും അതേപോലെ തന്നെ എല്ലാം തീരെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് അരിയാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ ക്യാരറ്റും അതേപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ അത്രയും വലുതാക്കിയിട്ട് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. കൈയൊന്നും മുറിയില്ല, അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. സാധാരണ എല്ലാ ചോപ്പറിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സാധനം വരലുണ്ട്. പക്ഷേ അത് എനിക്ക് അത്ര യൂസ്ഫുൾ അല്ല, കാരണം അത് വെച്ച് അരിയാൻ കുറച്ച് പ്രയാസമായിട്ട് തോന്നലുണ്ട്. പക്ഷേ ഇത് നല്ല സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ അത് ഞാൻ ക്യാരറ്റും അങ്ങനെ അരിഞ്ഞെടുത്താണ്. പിന്നെ കുറച്ച് ഇതിൻ്റെ ഇലയാണ്, ജർജീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുതായിട്ടൊരു കയ്പുള്ള ഒരു ഇലയാണ്, അതാണ് ഇതിന് വേണ്ടിയ. കുറച്ച് ഉള്ളിയും തക്കാളിയും, ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ കുറച്ച് സാലഡ് ആക്കിയത്. ഇനിയിപ്പോൾ നമ്മളെ ചോറ് വിളമ്പാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്മോക്കി ആയിട്ടുള്ള നല്ല അടിപൊളി മട്ടൺ മന്തി റൈസാണിത്. ഇതിന് വിളമ്പാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ അറബികൾ വിളമ്പണ പോലെ തന്നെ വലിയ സ്റ്റീലിൻ്റെ മന്തിൻ്റെ തട്ടാണിത്, അതിൽ തന്നെയാണ് ഞാൻ വിളമ്പിയെടുക്കുന്നത്. ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഞാനിത് വിളമ്പിയെടുക്കുന്നത്. അപ്പോൾ മന്തി കഴിക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയാം, ചിക്കൻ മന്തി അല്ല മട്ടൺ മന്തി തന്നെ കഴിക്കണം കേട്ടോ, അതാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മളെ മട്ടൺ സ്മോക്ക് ചെയ്തിട്ടുള്ള മട്ടണില്ലേ, അതാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വലിയ പീസായിട്ടാണ് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് വിളമ്പിയാണ്. ഇതാണ് നമ്മൾ അടിപൊളി മട്ടൺ മന്തി. ഇനി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ടി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച കിസ്മിസും അതേപോലെ തന്നെ കുറച്ച് ബദാം തൊലി കളഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്, അതാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബദാമിന് പകരം നിങ്ങൾക്ക് പൈൻ നട്ട്സ് കൊടുക്കാം കേട്ടോ. പൈൻ നട്ട്സ് പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞാനിവിടെ ബദാമാണ് എടുത്തത്. തോല് കളഞ്ഞതിന് ശേഷം എണ്ണയിലൊന്ന് വറുത്തെടുത്തതാണ്, ചെറുതായിട്ട് 1 ടീസ്പൂൺ എണ്ണയിലൊന്ന് വറുത്തെടുത്തതാണ് ആൽമണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മേലെ നിറച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അത് നമ്മളെ അടിപൊളി ലക്ഷറി മട്ടൺ മന്തി ഇവിടെ റെഡി ആയിന്. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മളെ സൗദി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള സൂപ്പർ മന്തിയാണ്.
അപ്പോൾ നമ്മളെ ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. അസ്ലൊക്കെ കൊണ്ടുപോവാണ്. വിജീഷിൻ്റെ ഭാര്യ റീനാണ് കേട്ടോ ബാക്കിലുള്ളത്. ഓരപ്പം കുറേ വീഡിയോസിൽ കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, വിജീഷും ഭാര്യയും. പിന്നെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞിയുണ്ട്, സഹദുണ്ട്. പിന്നെ ഈ ബാക്കിൽ ഇരിക്കുന്ന കാണുന്ന നൗഫലാണ് കേട്ടോ. നൗഫൽ അസ്ലങ്ങളുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. ഓനൊരു ഇൻഫ്ലുവൻസർ കൂടിയാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. കുറേ ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം ഇതാണ്. അപ്പോൾ ഓനും ഉണ്ട്. പിന്നെ അസ്ലങ്കാരുടെ പെങ്ങളെ മോനുണ്ട്, നവാസിന് ഇതിൽ റെഗുലറായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ പരിചയം ഉണ്ടാവും. നവാസ് പെങ്ങളെ മോനാണ്, ഇളയ പെങ്ങളെ മോനാണ്. പിന്നെ കുഞ്ഞിയുണ്ട്, അസ്ലങ്കാരുടെ തന്നെയാണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ മോന് സഹദും, അവരൊക്കെ നമ്മളെ സെയിം ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. കുഞ്ഞിൻ്റെ മോന് സഹദ് ഉണ്ട്, സഹദിൻ്റെ ഭാര്യ ഷോയിമയുണ്ട് കേട്ടോ. ഇവരൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അറബിക് ലഞ്ച് എന്ന് പറയാം അല്ലേ, അറബിക് ലഞ്ചാണ് ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തത്. പാർട്ടി വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലൊരാൾ നമുക്ക് മട്ടൺ കഴിക്കാത്ത ഒരാളുണ്ട്, റീന. അപ്പോൾ റീനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കനും കൂടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ റെസിപ്പി കാണിച്ചതാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്തെടുക്കുക എന്നുള്ള ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പികളും റെസിപ്പി വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ പാർട്ടി വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവിടെ തന്നെ അടിക്കാം, അങ്ങോട്ടും കൊണ്ട് നീക്കാൻ മതി. അതിന് കൊറേ ട്രോളൊന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള നല്ല അടിപൊളി പാർട്ടി വ്ളോഗോ അല്ലെങ്കിൽ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. സാധാരണ ഭക്ഷണം കൊണ്ടുപോകും പ്ലാൻ ചെയ്തിട്ട് അന്നത്തെ ദിവസം ഒന്നും വേണ്ട. സത്യം അതറിയാം, മടുത്തക്കണു അറിയുമോ? പോകണ്ടാവും അത് പറയില്ലേ. കേൾക്കാത്തൊരു ചോറുമാണ്. എന്താ ലബാനിയോ കാലല്ല ഫ്യൂസ് കിട്ടുന്ന പിന്നെ അത് ചോദിക്കുന്നതാ.